12 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു മെയ് മാസരാവ്. അർദ്ധരാത്രി കഴിഞ്ഞിട്ടുണ്ട്. ഫാനിന് ചുവട്ടിൽ നിന്നിട്ടും മോസ്കോയിൽ ലുസിംഗി സ്റ്റേഡിയത്തിലെ പ്രഷർ കുക്കറിൽ നിന്ന് വരുന്ന ചൂട് എന്നെയും ചുട്ടു പൊള്ളിക്കുന്നുണ്ടായിരുന്നു. 2 മണിക്കൂർ നേരത്തെ ആവേശകരമായ സോക്കർ നിമിഷങ്ങൾക്ക് ശേഷം മാഞ്ചസ്റ്റർ യുണൈറ്റഡും ചെൽസിയും യൂറോപ്പിലെ അല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വിലപിടിച്ച ക്ലബ് ഫുട്ബോൾ മത്സരത്തിൻ്റെ വിധി നിർണ്ണയിക്കാൻ പോകുന്ന പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. റോമൻ അബ്രാമോവിച്ച് വീശിയെറിഞ്ഞ കോടികളും ക്ലബിൻ്റെ അതുവരെയുള്ള അധ്വാനങ്ങളും എല്ലാം ആ ഒരു നിമിഷത്തിൽ ഒറ്റ പന്തിലേക്ക്, ഒറ്റ കിക്കിലേക്ക്, അതിൻ്റെ ഗതിയിലേക്ക്, അതിൻ്റെ വിധിയിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. ഒറ്റ നിമിഷം, ഒറ്റ ഗോൾ, ഒറ്റ സ്വപ്നം. ആ നിമിഷത്തിന് അയാൾ തന്നെയായിരുന്നു അർഹൻ. ആ നിമിഷത്തിന് വേണ്ടി ഒരായുസ് മുഴുവൻ അധ്വാനിച്ച മനുഷ്യൻ, ആൻബാൻ ധരിച്ച ജോൺ ടെറി എന്ന ആ കപ്പിത്താൻ. അയാൾ കിക്കെടുക്കുവാൻ വേണ്ടി മുന്നോട്ട് വരുന്നുണ്ട്. നീലപ്പട ശ്വാസമടക്കി പിടിച്ചു നിന്നു. അപ്പുറത്ത് ശാന്തചിത്തനായ എഡ്വിൻ വാണ്ടസർ കൈകൾ വിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ടെറി കിക്കെടുക്കുന്നു. അതുവരെ അയാൾ മനസ്സിലും കാലും ആവാഹിച്ചു വെച്ചതൊക്കെയും ആ നിമിഷത്തിൽ അയാളെ വഞ്ചിക്കുന്നുണ്ട്. ബാജിയോമാരും മെസ്സിമാരും വീണ ലൂപ്പിനകത്തേക്ക് ആ കപ്പിത്താനും വീഴുന്നുണ്ട്. ശൂന്യതയിലേക്ക് അയാൾ മുട്ടുകുത്തുന്നു. നീലപ്പട കപ്പൽ ഛേദം വന്നവരാകുന്നു. ക്രിസ്ത്യാനോയുടെ ദീർഘശ്വാസത്തിലും ഫെർഗിയുടെ മുഷ്ടി ചുരുട്ടലിലും എല്ലാം മടങ്ങിയിട്ടുണ്ടായിരുന്നു. പുതിയ നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകത്തിലെ 2ാം പാദത്തിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിനെ തീപിടിപ്പിച്ച കിരീട പോരാട്ടങ്ങളായിരുന്നു യുണൈറ്റഡിൻ്റേതും ചെൽസിയുടേതും. 2004-2005 സീസണിലും 2005-2006 സീസണിലും അബ്രാമോവിച്ചിൻ്റെ പണക്കൊഴുപ്പിനും മൗറീനിയുടെ ടാക്ടിക്സിനും മുന്നിൽ അടിപതറിയെങ്കിലും തൊട്ടടുത്ത 3 സീസണുകളിലും ഫെർഗി ആധിപത്യം തിരിച്ചു പിടിക്കുന്നതാണ് പ്രീമിയർ ലീഗ് സാക്ഷിയായത്. 2008 ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലേക്ക് എത്തുമ്പോഴേക്കും അയാളുടെ ടീം പ്രീമിയർ ലീഗിൽ ചെൽസിയെ റണ്ണറപ്പാക്കി തങ്ങളുടെ തുടർച്ചയായ 2ാം കിരീട നേട്ടം ആഘോഷിച്ചു കഴിഞ്ഞിരുന്നു. കമ്മ്യൂണിറ്റി ഷീൽഡിലെ വിജയം കൂടി കണക്കിലെടുക്കുമ്പോൾ പുതിയ നൂറ്റാണ്ടിലെ തങ്ങളുടെ പുതിയ ശത്രുക്കൾക്ക് മേൽ ഹാട്രിക് വിജയത്തിലൂടെ ആധിപത്യം തെളിയിക്കാവുന്ന സുവർണാവസരമായിരുന്നു യുണൈറ്റഡിന് കൈവന്നത്. മറുവശത്താകട്ടെ മൗറിനോ സീസണിൻ്റെ പാതിവഴിയിൽ കൈവിട്ട ചെൽസിക്കാകട്ടെ ആദ്യ UCL കിരീടം സ്വന്തമാക്കുവാനും അതുവഴി യുണൈറ്റഡിനോടുള്ള പക തീർക്കുവാനുള്ള അവസരമായിരുന്നു അത്. ചെൽസി തന്നെയായിരുന്നു ബാക്ക് ഫുട്ടിൽ. മൗറീനിയോയുടെ മടക്കം, ആവറോൺ ഗ്രാൻഡ് എന്ന ലോ പ്രൊഫൈൽ മാനേജർ, എടുത്തു പറയത്തക്കതായി ഒന്നുമില്ലാത്ത ഒരു സീസൺ എന്നിങ്ങനെ അവരുടെ ഏറ്റവും മോശം വർഷങ്ങളിലൊന്നായിരുന്നു അത്. അതേസമയം മറുവശത്ത് യുണൈറ്റഡ് മാരകമായ ഫോമിലായിരുന്നു. ഒരേ സമയം കേളി ശൈലി കൊണ്ടും മത്സരഫലങ്ങൾ കൊണ്ടും അവർ സ്റ്റേഡിയങ്ങളെ ത്രസിപ്പിച്ചുകൊണ്ടേയിരുന്നിരുന്നു. റൊണാൾഡോ, റൂണി, ടവസ്ത്രയം ചെഞ്ചായം പൂശി എതിർ ഗോൾ മുഖങ്ങൾ വീറുകൊണ്ട സീസണായിരുന്നു അത്. യുണൈറ്റഡ് ഫ്ലയർ ഓഫ് സോക്കർ ഫുട്ബോളിനെ, യൂറോപ്പിനെ അമ്പരപ്പിച്ച സീസൺ. 2000 തൊട്ട് 2004 വരെ ആർസനലുമായി തുടർന്നു വന്നിരുന്ന വൈരാഗ്യത്തിൻ്റെ പുതിയ മുഖം ചെൽസിയിലേക്ക് പറിച്ചു നട്ടതിൻ്റെ മറ്റൊരു എക്സ്പ്രഷൻ കൂടിയായിരുന്നു യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ഈ ഫൈനലും. ഫിസിക്കൽ ഫുട്ബോൾ കളിക്കുവാൻ അതുകൊണ്ട് തന്നെ ഇരു ടീമുകളും മടിച്ചിരുന്നില്ല. മക്കേലയുമായി കൂട്ടിയിടിച്ച് വീണ സ്കോൾസിൻ്റെ തലയിൽ നിന്നും ചോര പൊടിയുന്നുണ്ടായിരുന്നു. വിഡിച്ചിൻ്റെ റാഷ് ടാക്കിളിൽ ഡ്രോഗ്ബ പലതവണ വീഴുന്നുണ്ടായിരുന്നു. റൂണിയുടെ മുമ്പിൽ 1ലധികം പ്രാവശ്യം ആഷ്ലി കോൾ ഡിസ്പ്രോസസ് ആകുന്നുണ്ട്. പക്ഷേ അതിനിടയിലും ഇരു ടീമുകളും ഗോൾ മുഖം ലക്ഷ്യം വെക്കുവാൻ മറന്നിരുന്നില്ല. റൊണാൾഡോയിലൂടെ യുണൈറ്റഡ് ആയിരുന്നു ആദ്യ വെടിപൊട്ടിച്ചത്. മത്സരത്തിൻ്റെ 26ാം മിനിറ്റിൽ വെസ്റ്റ് ബ്രൗണിൻ്റെ മനോഹരമായ ലെഫ്റ്റ് ഫുട്ട് ക്രോസിനെ തലവെച്ചുകൊണ്ട് പീറ്റർ ചെക്കിനെ റൊണാൾഡോ മറികടക്കുമ്പോൾ സീസണിൽ അയാളുടെ 42ാം ഗോളായിരുന്നു അത്. നിർണായകമായി ലീഡ് നേടിയ റെഡ് ഡെവിൾസ് അതിൽ തൂങ്ങി പിടിച്ചു കിടക്കാൻ ശ്രമിക്കാതിരുന്നത് മത്സരത്തെ ആവേശഭരിതമാക്കി. റൂണി ടവർ സഖ്യത്തിൻ്റെ പെനാൽറ്റി ബോക്സ് റൈഡുകൾ ചെൽസിയെ പല സമയത്തും സമ്മർദ്ദത്തിലാഴ്ത്താൻ തുടങ്ങിയിരുന്നു. അങ്ങനെ ഒരു മുന്നേറ്റത്തിനൊടുവിൽ ക്ലോസ് റേഞ്ചിൽ നിന്നുള്ള ടവസിൻ്റെ ഹെഡർ കുത്തിയകറ്റിയ ചെക്ക് നീലപ്പടയ്ക്ക് ജീവൻ തിരിച്ചു നൽകുന്നുണ്ട്. റീബൗണ്ടിൽ നിന്നുള്ള കാരിക്കിൻ്റെ ഷോട്ടും ചെക്ക് ഗോൾ കീപ്പർ തടയുകയായിരുന്നു. തിരിച്ച് കൗണ്ടർ അറ്റാക്കുകൾക്കും ചെൽസി മടിക്കാതിരുന്നതോടെ യുണൈറ്റഡ് ഡിഫൻസിനും പിടിപ്പത് പണിയുണ്ടായിരുന്നു. ബെല്ലാക്കിൻ്റെ പോയിന്റ് ബ്ലാങ്ക് റേഞ്ചിൽ നിന്നുള്ള ഹെഡർ വാണ്ടസർ ഉജ്ജ്വലമായി രക്ഷപ്പെടുത്തി. ചെൽസി പക്ഷേ ആക്രമണങ്ങൾ തുടരെ അഴിച്ചു വിട്ടുകൊണ്ടേയിരുന്നു.
ഒടുവിൽ ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ട് മുൻപ് ഫ്രാങ്ക് ലെംബാർഡിലൂടെ ചെൽസി തിരിച്ചടിക്കുന്നു. മൈക്കൽ എസിയാൻ്റെ ഒരു ഷോർട്ട് ഡിഫ്ലക്ഷൻ പിടിച്ചെടുത്ത ലെംബാർഡിൻ്റെ ക്ലിനിക്കൽ ഫിനിഷിന് മുന്നിൽ ആ നിമിഷത്തിൽ വാൻ ഡെർ സാറിന് മറുപടി ഉണ്ടായിരുന്നില്ല. അങ്ങനെ രണ്ടാം പകുതി ആരംഭിക്കുന്നു. രണ്ടാം പകുതിയിൽ യുണൈറ്റഡ് പിൻവലിഞ്ഞ് കളിച്ചപ്പോൾ ഫൈനൽ തേർഡിലെ ചെൽസിയൻ ആക്രമണത്തിന് മൂർച്ച ഉണ്ടായിരുന്നില്ല. എസിയാൻ്റെ 1-2 ഒറ്റപ്പെട്ട ശ്രമങ്ങൾ വാൻ ഡെർ സാറിനെ പരീക്ഷിക്കുവാൻ കെൽപ്പുള്ളതുമായിരുന്നില്ല. ഫെർഡിനാൾഡും വിഡിച്ചും ഉൾപ്പെടുന്ന യുണൈറ്റഡ് ഡിഫൻസിൻ്റെ കത്രിക പൂട്ട് പൊളിക്കുവാൻ ഡ്രോഗ്ബയ്ക്കും കൂട്ടർക്കും അതുവരെയും കഴിഞ്ഞില്ല. അതിനിടയിൽ അയാളുടെ ലോങ് റേഞ്ചർ ക്രോസ് ബാറിൽ തട്ടി മടങ്ങുന്നതിനും ലുസിംഗി സ്റ്റേഡിയം സാക്ഷിയാകുന്നുണ്ട്. ഇത് തങ്ങളുടെ ദിവസമല്ലെന്ന് വെസ്റ്റ് ലണ്ടൻ ആരാധക കൂട്ടം പതിയെ തിരിച്ചറിയുകയായിരുന്നു ആ നിമിഷം. എക്സ്ട്രാ ടൈമിൽ യുണൈറ്റഡ് പതിയെ ഗീർ മാറ്റുന്നുണ്ട്. ടവസിൻ്റെയും റൂണിയുടെയും സ്പെൻഡുകൾ ചെൽസിയൻ ഡിഫൻസിനെ കീറിമുറിക്കുവാൻ തുടങ്ങിയിരുന്നു. പക്ഷേ ഗോൾ മാത്രം ഒഴിഞ്ഞു നിന്നു. ഗോൾ എന്നുറച്ച ഗിഗ്സിൻ്റെ ഷോട്ട് ടെറി ഹെഡ് ചെയ്ത് ക്രോസ് ബാറിന് മുകളിലൂടെ ക്ലിയർ ചെയ്തത് നെഞ്ചിടപ്പോടെയാണ് കാണികൾ കണ്ടിരുന്നത്. മറുവശത്ത് ലെംബാർഡിൻ്റെ ശ്രമം പോസ്റ്റിൽ തട്ടി മടങ്ങുന്നുമുണ്ട്. ആവേശം മണപൊട്ടി ഒഴുകിയ എക്സ്ട്രാ ടൈമിൻ്റെ ആദ്യ പകുതിക്ക് ശേഷം അനിവാര്യമായി ഷൂട്ടൗട്ടിനെ കണക്കാക്കി സാവധാനത്തോടെ കളിക്കാനാണ് യുണൈറ്റഡ് തീരുമാനിച്ചത്. തങ്ങളുടെ കിക്ക് ടേക്കേഴ്സിന് സ്റ്റാമിന പരമാവധി പിടിച്ചു നിർത്തുക എന്നതായിരുന്നു അവരുടെ തന്ത്രം. യുണൈറ്റഡിൻ്റെ ടാക്ടിക്കൽ മാറ്റത്തിലും ഹോൾഡിംഗ് ഗെയിമിലും ചെൽസി കളിക്കാരുടെ ക്ഷമ നശിക്കുവാൻ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ഒടുവിൽ അനിവാര്യമായതെന്തോ അത് സംഭവിച്ചു. എക്സ്ട്രാ ടൈം തീരുവാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ വിഡിച്ചിൻ്റെ മുഖത്തടിച്ച കുറ്റത്തിന് ഡ്രോഗ്ബ ചുവപ്പ് കാർഡ് കണ്ട് പുറത്താകുന്നുണ്ട്. ഷൂട്ടൗട്ടിൽ ചെൽസിക്ക് ഏറ്റവും വിശ്വസ്തനായ കിക്ക് ടേക്കറെ നഷ്ടപ്പെടുകയായിരുന്നു ആ നിമിഷം. ഒടുവിൽ ആ ഗെയിം ഷൂട്ടൗട്ടിലേക്ക് എത്തി. യുണൈറ്റഡിൻ്റെ ആദ്യ കിക്ക് ടവസ് യാതൊരു പരിഭവം കൂടാതെ വലയിലേക്ക് എത്തിക്കുന്നുണ്ട്. ബല്ലാക്കിലൂടെ ചെൽസി മറുപടി നൽകുന്നു. കാരിക്ക് യുണൈറ്റഡിന് വീണ്ടും ലീഡ് നൽകുന്നുണ്ട്. ബെല്ലേറ്റി തിരിച്ചടിക്കുന്നു. യുണൈറ്റഡിന് വേണ്ടി മൂന്നാമത്തെ കിക്ക് എടുക്കാൻ വന്നത് റൊണാൾഡോയായിരുന്നു. റെഗുലർ സമയത്ത് ഒരു ഗോൾ സ്കോർ ചെയ്ത് കഴിഞ്ഞത് അയാളിൽ നിന്നും ഒരു ക്ലിനിക്കൽ പെനാൾട്ടി ആയിരുന്നു സകലരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അയാളുടെ ഷോട്ടിൻ്റെ ദിശ വളരെ കൃത്യമായി ചെക്ക് മനസ്സിലാക്കിയിരുന്നു. ഒരു ഫുൾ ലെങ്ത് ഡൈവിൽ അയാൾ യുണൈറ്റഡിൻ്റെയും എൻ്റെയും നെഞ്ചിൽ കത്തി കുത്തിയിറക്കി. ഗാലറിയിൽ വെസ്റ്റ് ലണ്ടൻ വിഭാഗം ആഘോഷം തുടങ്ങി. ലംബാർഡ് ചെൽസിക്ക് നൽകിയ ലീഡ് ഹാർഗ്രീവ്സിലൂടെ യുണൈറ്റഡ് ഇല്ലാതാക്കി. ആഷ്ലി കോളും നാനിയും സ്കോർ ചെയ്തതോടെ 4-4 എന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി. പിന്നീട് എല്ലാ കണ്ണുകളും ജോൺ ടെറിയിലേക്ക് നീങ്ങി. ഗ്ലോറി അല്ലെങ്കിൽ ശാപം എന്ന തുലാസിലേക്ക് അയാളും ആ പന്തും മാത്രം ബാക്കിയായി. ലോകം ഒറ്റ പന്തിലേക്ക് ചുരുങ്ങിയ നിമിഷം. എന്നാൽ പക്ഷേ ആ നിമിഷാർദ്ധത്തിൽ അയാൾക്കെല്ലാം പിഴച്ചു. തൻ്റെ ക്ലബ് കരിയറിലെ ഏറ്റവും വിലപിടിച്ച ട്രോഫിയിലേക്ക് അയാൾ തൊടുത്ത ആ ഷോട്ട് പോസ്റ്റിന് പുറത്തേക്ക് പോകുന്നത് ചെൽസിയൻ ആരാധകർ വേദനയോടെ നോക്കി നിൽക്കേണ്ടി വന്നു. ആ കിക്കിന് ശേഷം നിരാശയുടെ പ്രതിരൂപമായി കാൽമുട്ടുകൾക്കിടയിൽ മുഖം പൂഴ്ത്തിയിരിക്കുന്ന ടെറിയുടെ ചിത്രം കല്ലലിയിക്കുന്ന കാഴ്ചയായിരുന്നു. ഏൻഡേഴ്സിൻ്റെ ഗോളിന് പകരം കലു ഗോൾ സ്കോർ ചെയ്യുമ്പോഴും ചുവരെഴുത്ത് വളരെ വ്യക്തമായിരുന്നു. ചെൽസിയുടെ വിധിയും ബോബി ചാർട്ടിൻ്റെ റെക്കോർഡ് തിരുത്തിക്കുറിച്ച് കളത്തിലേക്ക് ഇറങ്ങിയ റിയാൻ ഗിഗ്സ് ചെക്കിനെ കീഴ്പ്പെടുത്തുന്നു. അനൽക്കയുടെ ദുർബലമായ ഷോട്ട് വാൻ ഡെർ സാർ അനായാസം സേവ് ചെയ്യുന്ന കാഴ്ച. ലുസിംഗി ചെങ്കടലാകുന്നുണ്ട്. ആ കടലിൽ കപ്പൽ ഛേദം വന്ന ഒരു കപ്പിത്താനും അയാളുടെ നാവികരും തലതാഴ്ത്തി നടന്ന് നീങ്ങുന്നുണ്ട്. വാൻ ഡെർ സാറിലേക്ക് ഓടിയെടുക്കുന്ന ചെങ്കുപ്പായക്കാരും അവർക്കിടയിൽ മൈതാനത്തേക്ക് ആശ്വാസമെന്നോണം കണ്ണീർ വാഴ്ത്തി വീണു പോകുന്ന റൊണോ നിമിഷവും കൺകുളുക്കി ആസ്വദിച്ചുകൊണ്ട് മൈലുകൾക്കിപ്പുറത്ത് നിയന്ത്രണമില്ലാതെ TV സ്ക്രീനിന് ഉമ്മ കൊടുത്തുകൊണ്ട് ഞാനും ആ ചുവന്ന കടലിൽ നീന്തി തുടിക്കുന്നുണ്ടായിരുന്നു. ഒരിക്കലും മറക്കാനാവാത്ത രാവ്. എന്നാൽ ആ രാത്രി ഒരുപക്ഷെ ഒരു ഫുട്ബോൾ ആരാധകൻ എന്ന നിലയിൽ ആനന്ദത്തിൻ്റെ ചുവന്ന മഴയും
കണ്ണീരിൻ്റെ നീലമഴയും ഞാനിന്ന് നനയേണ്ടി വന്നു. കാരണം 2 ക്രോസ് ബാർ കിസ്സുകൾ, 2 പെനാൾട്ടി മിസ്സുകൾ. ചെൽസി അതറിയിക്കുന്നുണ്ടായിരുന്നില്ല എന്ന് എൻ്റെ മനസ്സിങ്ങനെ മന്ത്രിച്ചുകൊണ്ടേയിരുന്നു. അതുതന്നെയായിരുന്നില്ല സത്യവും. ഒരിക്കലും മറക്കാനാവാത്ത രാവ്. ആബ്സല്യൂട്ട്ലി എ സിനിമ. Edwin van der Sar's save. Ronaldo's had a reprieve. And Manchester United's joy is unconfined. They've left Chelsea in second place yet again.